ഹായ് എവ്രി വൺ BSOC 101ൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BSOC 101ൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ ആ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. നമുക്കറിയാൻ സാധിക്കും ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മുടെ നിയർ ബൈ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം വളരെ അത്യാവശ്യമാണ്. അപ്പം അത്തരത്തിൽ ഇനിയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം തുടങ്ങാത്ത ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ 7ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അനാലിസിസ് നടത്തുകയാണ്. അപ്പം ഈ ഒരു 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മളുടെ പരിഗണനയിലെന്ന് നോക്കാം. ജൂൺ 2024, അതുപോലെ തന്നെ ജൂൺ 2023, ഡിസംബർ 2022, then ജൂൺ 2022, ഡിസംബർ 2021, ഡിസംബർ 2020. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മളുടെ ഇന്നത്തെ അനാലിസിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, ഏതൊക്കെ ടേം ആൻഡ് എക്സാമിനേഷനുകൾക്കാണ് റിപ്പീറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യനുകളുടെ രൂപത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു പുതിയ BSOCയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൗ ലെറ്റ് us start with the first topic. ഓക്കെ, അപ്പം ഫസ്റ്റ് ടോപ്പിക്കാണ് എമർജൻസ് ഓഫ് സോഷ്യോളജി. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പല തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോറി. അപ്പം നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കാണ് എമർജൻസ് ഓഫ് സോഷ്യോളജി. അപ്പം ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഫോർ എമർജൻസ് ഓഫ് സോഷ്യോളജി ഡിസംബർ 2022. Explain the factors for the emergence of sociology December 2020. How does the Industrial Revolution contributed to the emergence of sociology December 2021. Then describe the social background to the emergence of sociology in Europe 2023 ജൂൺ. അപ്പം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പല തവണകൾ ഇവിടെ നമുക്ക് കാണാം 4 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ടോപ്പിക്കാണ് എമർജൻസ് ഓഫ് സോഷ്യോളജി. അപ്പം ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോയിലും ഞാൻ ഓൾറെഡി പല ക്ലാസ്സുകളും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഏത് കോഴ്സ് ആവട്ടെ ആ ഒരു കോഴ്സിൽ കീ ടോപ്പിക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യവും അത് തന്നെയാണ്. ഈ നിങ്ങളുടെ ഓരോ കോഴ്സിൻ്റെയും അല്ലെങ്കിൽ കോഴ്സിൽ നിന്നും വരുന്ന കീ ടോപ്പിക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പല കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നത് BSOC 101ൽ നിന്നും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള കീ ടോപ്പിക്കുകളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എമർജൻസ് ഓഫ് സോഷ്യൽ, അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്തോളുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. എമർജൻസ് ഓഫ് സോഷ്യോളജി, അപ്പം ഇതിൻ്റെ ഏത് ഏരിയയിലേക്ക് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനെ ബേസിക് ലെവലിൽ തന്നെങ്കിലും ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിൽ ഒരു 20 മാർക്സിൽ ഒരു 20 മാർക്സ് കിട്ടിയിട്ടില്ലെങ്കിലും സുഖമായിട്ട് 10 മാർക്സ് വരെയൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടി ജനറലായിട്ട് തന്നെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഇവിടെ കാണാൻ സാധിക്കും ചോദിച്ച ക്വസ്റ്റ്യൻസിന് നേച്ചർ നോക്കും നിങ്ങൾ. ഡിസ്കസ് ദി ഫാക്ടേഴ്സ് ഫോർ ദി എമർജൻസ് ഓഫ് സോഷ്യോളജി അല്ലേ. മറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഫോർ ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. ഈ രണ്ട് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഫാക്ടേഴ്സ് ഫോർ എമർജൻസ് ഓഫ് സോഷ്യോളജി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. മറ്റൊന്ന്, ഹൗ ഡസ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കോൺട്രിബ്യൂട്ടഡ് ടു ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. ഡിസ്ക്രൈബ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ടു ദി എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ യൂറോപ്പ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് പ്രത്യേകം കൺസിഡർ ചെയ്തുള്ള എമർജൻസ് ഓഫ് സോഷ്യോളജി. ഓക്കെ, ഫൈൻ. പിന്നെ മറ്റൊന്നാണ് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ 2 ഡിസ്കസ് ചെയ്യുന്നതാണ് സോഷ്യോളജീസ് റിലേഷൻഷിപ്പ് വിത്ത് അതർ
സോഷ്യൽ സയൻസസ് അല്ലേ? അതുപോലെ സോഷ്യോളജിയുടെ മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള റിലേഷൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പം ആ ഒരു റിലേഷൻസിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി അല്ലേ? അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് പലപ്പോഴും ചോദിക്കാറുണ്ട്. നോക്കാം നമുക്ക്. ഡസ് സോഷ്യോളജി ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ്റ്ററി? ജൂൺ 2024 ആണ്. ഇൻ വാട്ട് വേസ് ഈസ് സോഷ്യോളജി റിലേറ്റഡ് വിത്ത് ഹിസ്റ്ററി? അല്ലേ? ജൂൺ 2023. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി. നമ്മൾ നോക്കാം. ഇത് രണ്ടും 3 ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അല്ലേ? അപ്പം ജൂൺ 2022ലും ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2023ലും ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2024ലും ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ജൂൺ 2025 ഈ ഒരു അപ്കമിങ് എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു റിലേഷൻ നോട്ട് ചെയ്ത് വെച്ചോളാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്സ്റ്റിൽ ഒരുപാട് പാരഗ്രാഫുകൾ ഉണ്ടായിരിക്കും അല്ലേ? എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 20 മാർക്സിന് അല്ലെങ്കിൽ ഒരു 10-12 പോയിന്റ്സ് അല്ലേ? അല്ലെങ്കിൽ 10 പോയിന്റ്സ് മാക്സിമം നല്ല വൃത്തിയിൽ നോട്ട് ചെയ്ത് വെക്കുക അല്ലേ? അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് അല്ലേ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടലി എല്ലാ ക്വസ്റ്റ്യനും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു 20 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 400 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത് അല്ലേ? ആ ഒരു 400 വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറ് ഓരോ പേജിലും 80 വേർഡ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. 80 മീൻസ് 80 അല്ലേ? അപ്പം നമ്മൾ അത് 400ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മിനിമം 5 പേജസ് ഉണ്ടായിരിക്കണം ഒരു പേപ്പറിൻ്റെ, അല്ലെങ്കിൽ പേപ്പേഴ്സിൻ്റെ 5 പുറങ്ങൾ 5 സൈഡുകൾ നിങ്ങൾ ആൻസർ എഴുതിയിരിക്കണം അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മിനിമം 3 ബോഡി പാരഗ്രാഫ് ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾ ഓരോ പോയിന്റ്സ് ഓരോ പാരഗ്രാഫിലാക്കുക. ഓക്കെ. ഇത് ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാംസ് എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു സോഷ്യോളജി ഹിസ്റ്ററി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് 5 പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 5ൽ കൂടുതൽ പോയിന്റ്സുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു പോയിന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് എക്സ്പ്ലനേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പം മെയിൻ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ. അപ്പം ഈ ഒരു ടോപ്പിക്ക് സോഷ്യോളജി ഹിസ്റ്ററി റിലേഷൻഷിപ്പ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. മൂന്നാമത്തതാണ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. ഓക്കെ. അപ്പം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. ഡിസ്കസ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി? ജൂൺ 2023 ആണ്. മറ്റൊന്ന്, ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി. നോക്ക് നിങ്ങൾ, ഡിസംബർ 2020ലും ജൂൺ 2023ലും ഡിസംബർ 2022ലും വന്നിട്ടുള്ളത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പം ഈ ഒരു സിമിലാരിറ്റീസും ഡിഫറൻസസും എന്ത് ചെയ്ത് വെച്ചോളുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, ദെൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. മറ്റൊന്ന് സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് അല്ലേ? ഇതിൽ ഒരുപാട് സോഷ്യോളജിയുടെ റിലേഷൻഷിപ്പുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഹിസ്റ്ററി ആൻഡ് ആന്ത്രപ്പോളജി. ഓക്കെ. മറ്റ് റിലേഷൻസ് നോക്കാം. എക്സാമിൻ ദ സിമിലാരിറ്റീസ് ഓഫ് സോഷ്യോളജി വിത്ത് ഇക്കണോമിക്സ്. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് പോയിന്റ്സുകൾ 1 by 1 ആയിട്ട് വായിച്ച് ടൈം വേസ്റ്റ് ആക്കാൻ പോകരുത്. ഒരു തവണ വായിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷനും സ്ക്രിബിൾ ചെയ്ത് വെക്കുക. 1-2 ഫ്രേസുകളിലായിട്ട്, വലിയ സെൻറ്റൻസുകളിലായിട്ട് നോട്ട് ചെയ്യാൻ പോകരുത്. അത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും.
ടോപ്പിക്ക് മനസ്സിലാക്കുക, അതിനുശേഷം പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. മറ്റൊന്നാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. വാട്ട് ഈസ് സോഷ്യൽ ഓർഗനൈസേഷൻ? ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് പെർസ്പെക്റ്റീവ്സ്. അപ്പം സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് നേരത്തെ പറയുന്ന പോലെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സുകളും പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻസ് ഈ ഒരു കീ ടോപ്പിക്കിൽ നിന്നും ആയിരിക്കും വരുന്നത്. അപ്പം ഈ കീ ടോപ്പിക്കുകൾ എല്ലാം തന്നെ നല്ല രൂപത്തിൽ നോട്ട് ചെയ്ത് വെച്ച് പോവുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കും. അതുവഴി പാസ്സാവാനുള്ള മാർക്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഈ നോക്കുക, വാട്ട് ഈസ് സോഷ്യൽ ഓർഗനൈസേഷൻ? ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് പെർസ്പെക്റ്റീവ്. അല്ലെ, ഡിസംബർ 2020ലും ജൂൺ 2024ലും സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം, കമ്മ്യൂണിറ്റി. ഡിസ്ക്രൈബ് ദി salient features ഓഫ് കമ്മ്യൂണിറ്റി, ജൂൺ 2024. What is community? How have sociologists and social anthropologists described a community? Describe the characteristics of community. ഓക്കെ. അപ്പം ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ഏത് കീ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കീ ടോപ്പിക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ പറഞ്ഞു കീ ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ എവിടെ നിന്ന് ആൻസർ തുടങ്ങണം? വാട്ട് ഈസ് സോഷ്യോളജി? സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കും എവിടേക്ക് പോകേണ്ടത്? ഇതിൻ്റെ എമർജൻസ് ഒറിജിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആന്ത്രോപോളജി ആൻഡ് സോഷ്യോളജി റിലേഷൻഷിപ്പ് ആണെങ്കിലും നേരത്തെ സോഷ്യോളജി എന്താണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നീട് ആന്ത്രോപോളജി. ഓക്കെ. അപ്പം പിന്നെ ഇവിടെ സോഷ്യൽ ഓർഗനൈസേഷൻ്റെ പെർസ്പെക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ എന്ത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോൾ നോക്കൂ, വാട്ട് ഈസ് സോഷ്യൽ ഓർഗനൈസേഷൻ? ഡിസ്കസ് ഇറ്റ്സ് വെരി പെർസ്പെക്റ്റീവ്, ജൂൺ 2024ലും അതുപോലെ തന്നെ ജൂൺ 2020. ഓക്കെ, സോറി. ഇനി കമ്മ്യൂണിറ്റി നോക്ക് നിങ്ങൾ. ഡിസ്ക്രൈബ് ദി salient ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി, ജൂൺ 2024. വാട്ട് ഈസ് കമ്മ്യൂണിറ്റി? ഹൗ ഹാവ് സോഷ്യോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ഡിസ്ക്രൈബ്ഡ് എ കമ്മ്യൂണിറ്റി, ജൂൺ 2023. ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. ഇവിടെ നോക്ക് നിങ്ങൾ, ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലേ. ഡിസ്ക്രൈബ് ദി salient ഫീച്ചേഴ്സ് ആണ്, ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി, രണ്ടും സെയിം ആണ്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളാം, വാട്ട് ഈസ് കമ്മ്യൂണിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ. മറ്റൊന്നാണ് കൾച്ചർ. ഡിസ്കസ് ദി കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് മേജർ ക്യാരക്ടറിസ്റ്റിക്, ജൂൺ 2023 അല്ലേ. അപ്പം കോൺസെപ്റ്റ് കൾച്ചർ ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. കൾച്ചറിനൊക്കെ ഒരു ഡെഫിനേഷൻ നോട്ട് ചെയ്ത് വെച്ചോളുക. ഏതെങ്കിലും ഒരു സോഷ്യോളജിസ്റ്റ് തിയോറിസ്റ്റിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കുക. കൾച്ചർ, സൊസൈറ്റി, കമ്മ്യൂണിറ്റി അല്ലേ, ഇത്തരത്തിൽ വരുന്ന ടേമൊക്കെ. കാരണം ഇത്തരത്തിൽ നിങ്ങൾ ഡെഫിനിഷനൊക്കെ ആസ് ഇറ്റ് ഈസ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആൻസേഴ്സിന് ഞാൻ സാധാരണ പറയുന്ന പോലെ ഒരു പ്രീമിയം ലുക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അതൊരു ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഒരു ഡെഫിനേഷനൊക്കെ കൊടുത്ത്, ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ ഡെഫിനേഷനൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കൊട്ടേഷൻ മാർക്കിലൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആൻസറിന് ഒരു ഒതൻറ്റിക് ലുക്ക് ഉണ്ടായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഈ നോക്കുന്ന ആളുകൾ ഇംപ്രസ്ഡ് ആവാനും അതിലൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇപ്പം നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാ ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്നും ഒരു പക്ഷേ എല്ലാവരും വായിച്ച് നോക്കണമെന്നില്ല. അപ്പം ഈ പറയുന്ന വാല്യൂ ചെയ്യുന്ന അഡീഷണൽ എക്സാമിനേഴ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഇംപ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. മറ്റൊന്നാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്, ജൂൺ 2023 ആണ്. എക്സാമിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് salient ഫീച്ചേഴ്സ് അല്ലേ. അപ്പം ശ്രദ്ധിക്കുക, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കീ ടോപ്പിക്കാണ്. ജൂൺ 2023ലും ജൂൺ 2022ലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതിൽ മെജോറിറ്റി കീ ടേമിലും ഓൾറെഡി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അപ്പം അത്തരം ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് ഫങ്ഷണലിസം ആൻഡ് ഫങ്ഷണൽ തിയറി. ഫങ്ഷണലിസം ആൻഡ് അല്ലെങ്കിൽ ഫങ്ഷണൽ തിയറി, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നോക്കാം. ഡിസ്കസ് മാഹിനോസ്ക് തിയറി ഓഫ് ഫങ്ഷണലിസം.
Discuss the functional theory of Malinowski, June 2022. Describe the premises of functionalism. Discuss the structural functional approach of Radcliffe Brown, December 2021. അപ്പം ഈ ഒരു ടോപ്പിക്ക് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള പല സമയങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത്. മറ്റൊന്നാണ് സോഷ്യൽ ചേഞ്ച്. നോട്ട് ചെയ്ത് വെച്ചുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, കീ ടോപ്പിക്കാണ്. എക്സ്പ്ലെയിൻ എവല്യൂഷണറി തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഡിസ്കസ് ദി അപ്രോച്ചസ് ടു ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്. മറ്റൊന്നാണ് ഡിസ്കസ് ദി വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡിസംബർ 2020 ആണ്. അതുപോലെ തന്നെ ഡിസ്കസ് ദി അപ്രോച്ചസ് ടു ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്രോച്ചസ് ആണ് ജൂൺ 2022. മറ്റൊന്നാണ് എക്സ്പ്ലെയിൻ ദി എവല്യൂഷണറി തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നാണ് സോഷ്യലൈസേഷൻ. Discuss the various types of socialization, December 2022. Discuss the different types of socialism. അപ്പം എന്താണ് സോഷ്യലിസം? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ്? 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2022 അതുപോലെ തന്നെ ഡിസംബർ 2020 വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ sociological methods or perspectives. Sociological methods or perspective. നോട്ട് ചെയ്ത് വെക്കുക. Examine Bauman's contribution to sociological method. Sociological method ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ബൗമാൻസ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യോളജിക്കൽ മെത്തേഡ് ആണ്. ഡിസംബർ 2022. Explain the perspectives of Mills and Bauman's on understanding social reality, December 2020. Discuss the meaning of the concept of abstracted empiricism used by C.W. Mills, June 2023. How do sociological methods help to understand social reality, December 2021. ഇത് കുറച്ചും കൂടെ ഒരു എക്സ്ട്രീം തിയോറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്, സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്. അപ്പം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകളായിട്ട് വന്നിട്ടുള്ളത്. ഇവ കൂടാതെ മറ്റു ചില ടോപ്പിക്കുകളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, മറ്റൊന്ന് സോഷ്യൽ കൺട്രോൾ, ദെൻ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി, ദെൻ എക്കണോമിക് സോഷ്യോളജി. ഈ ടോപ്പിക്കുകളും നിങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഈ ഒരു BSOC 101 പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദർ വിൽ ബി 8 questions. Out of 8 questions, you have to answer any 5. You have to answer in 400 words. Each question carries 20 marks. കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ബുദ്ധിമുട്ടേറിയ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.